Hi everyone, this is Abin from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസിന്റെ ബില്ല് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിന്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുറേ കൂട്ടാറുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ iOS 17.1 RC റിലീസും അതേപോലെ എല്ലാ പുതിയ സോഫ്റ്റ്വെയറിൻ്റെയും ഒരു RC റിലീസ് വന്നിട്ടുണ്ട്. നമ്മുടെ iOS 17.1 നെക്സ്റ്റ് വീക്കിൽ ഒരു 24-25 തീയതിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതേപോലെ തന്നെ എയർപോർട്സ് Pro 2 ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഫേംവെയർ അപ്ഡേഷനും ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് iMacന്റെ 24 ഇഞ്ചിന്റെ ഡെസ്ക്ടോപ്പ് ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷത്തിന്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ, അതായത് ഫസ്റ്റ് വർഷത്തിന്റെ ഈ പറയുന്ന 3 മാസത്തിനാണ് ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത്. ആ ഒരു മാർച്ച് വരെയുള്ള സമയത്തിൽ ഈ പറഞ്ഞ iMac 24 ഇഞ്ച് റിലീസ് ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ iMacന്റെ പ്രോ എന്ന് പറഞ്ഞ വേരിയന്റ് 32 ഇഞ്ചിന്റെ ഒരു പ്രോ വേരിയന്റും നമുക്ക് അടുത്ത കൊല്ലം കാണാൻ പറ്റുന്നതാണ് മിഞ്ചിക്കൊണ്ട് ആ ഒരു ലീക്സ് എന്ന് നമുക്കറിയാൻ പറ്റുന്നത്. ആൻഡ് നമ്മുടെ എയർടാഗിന് ഇപ്പോഴും ഒരു സെക്കൻഡ് ജനറേഷനോ അല്ലെങ്കിൽ എയർടാഗ് 2 നമുക്ക് വന്നിട്ടില്ല. ഇനി നമുക്ക് അങ്ങനത്തെ ഒരു എയർടാഗ് വന്നെങ്കിൽ 2025 ആവുമെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. എല്ലാ പുതിയ കമ്പനികളും അല്ലെങ്കിൽ എല്ലാ ഫോൺ മാനുഫാക്ചേഴ്സും ഇപ്പോൾ ട്രെൻഡ് ആയിട്ടിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഫോൾഡബിൾ ഫോൺ അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫോൺ എന്ന് പറയുന്നത്. പക്ഷേ ആപ്പിളിൻ്റെ ആ ഒരു എയിം സെറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ പല കാര്യങ്ങളും ഈ ജനറേഷനിൽ ഇപ്പോഴാണ്, നേരത്തെ ഇറങ്ങിയിട്ടും ഇപ്പോഴാണ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും റിഫൈൻഡ് ആയിട്ടും അതേപോലെ വേറൊരു ആൾക്കാരും കൊണ്ടുവരാത്ത ഒരു യൂട്ടിലിറ്റിയും അല്ലെങ്കിൽ ഒന്നല്ല അതിന് മേലെ യൂട്ടിലിറ്റിയും ഈ പറഞ്ഞ ആപ്പിൾ കൊണ്ടുവരാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പല കാര്യങ്ങളും വൈകി തന്നെയാണ് കൊണ്ടുവരുന്നത്. ഞങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു സി ടൈപ്പ് ആയാലും ഈ പറഞ്ഞ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആയാലും അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടുവരുന്ന ലേറ്റ് ആയാൽ പോലും അതിൻ്റെ റിഫൈൻമെൻറ്റും കാര്യങ്ങളുടെ പൊട്ടൻഷ്യലും കുറച്ചധികം കൂട്ടിയിട്ടാണ് ആപ്പിൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ ഈ പറഞ്ഞ ഫോൾഡബിൾ സെക്ഷനിൽ ഒരു ഐഫോൺ ആയിരിക്കില്ല, ഒരു ഐപാഡ് ആയിരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു ഫോൾഡബിൾ ഐപാഡിൻ്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, അത് എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാവും, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇമ്പാക്ട് ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു മാക്ബുക്ക്, ഇപ്പം ഈ പറഞ്ഞ മാക്ബുക്ക് മടക്കി ഓടിച്ചു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് എനിക്ക് ആദ്യം തിങ്ക് ചെയ്തപ്പോൾ വന്നത്. പക്ഷേ സ്റ്റീവ് ജോബ്സിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഈ പറഞ്ഞ മാക്ബുക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാക്ബുക്ക് പോലത്തെ ഒരു ഡിവൈസ് ഫോൾഡബിൾ ആക്കുകയും അതേപോലെ ഫുൾ ടച്ച് സ്ക്രീൻ കൊണ്ടുവരുകയും ഒരു കാര്യം ഈ പറഞ്ഞ സ്റ്റീവ് ജോബ്സിന് ഇഷ്ടമില്ലാത്ത കാര്യം തന്നെയായിരുന്നു. ഇനി നമ്മുടെ ചൈനയിൽ മാത്രം ഒക്ടോബർ 25 റിലീസാവുന്ന ഒരു 10th ജനറേഷൻ ഓഫ് ഐപാഡ് ഉണ്ട്. എന്തുകൊണ്ട് ഈ പറഞ്ഞ ചൈനയിൽ മാത്രം എന്ന് വെച്ചാൽ ചൈനയിൽ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഒരു എന്താ പറയുക ട്രയൽ പോലെയാണ് ഈ പറഞ്ഞ iPad 10th ജനറേഷൻ റിലീസ് ചെയ്യുന്നത്. ഈ സിമ്മിൻ്റെ ടെക്നോളജി നമ്മുടെ ഈ പറയുന്ന 10th ജനറേഷൻ ഐപാഡിൽ ചൈനയിൽ മാത്രം കൊടുക്കാനായിരിക്കും ഈ ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ആൾക്കാരും ചോദിക്കും ഈ സിം ഓൾറെഡി ഈ പറഞ്ഞ ഐപാഡിലൊക്കെ ഇല്ലെന്ന്. പക്ഷേ ഈ സിമ്മിലും നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് മാത്രമാണ് ലഭിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ കോളിങ്ങോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഐപാഡിൽ ലഭിക്കുന്നില്ല. ചിലപ്പോൾ മേ ബി ഈ പറഞ്ഞ കോളിങ്ങും അതേപോലെ ബാക്കി ഫീച്ചേഴ്സും കൂടെ ഐപാഡിൽ കൊണ്ടുവരുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ 10th ജനറേഷൻ ഐപാഡിൽ ചൈനയിൽ മാത്രമായിട്ട് നമുക്ക് ഈ സിമ്മിൻ്റെ ടെക്നോളജി 25 വരുന്നുണ്ട്. നമ്മുടെ ഐപാഡിൻ്റെ വിശേഷങ്ങൾ പറയുമ്പോഴാണ് ആപ്പിളിൻ്റെ ഒരു 3rd ജനറേഷൻ ആപ്പിൾ പെൻസിൽ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആപ്പിൾ പെൻസിൽ നേരത്തെ നമ്മുടെ ന്യൂസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു C ടൈപ്പിലാണ് ഈ ഒരു പെൻസിൽ വന്നിരിക്കുന്നത്. അതേപോലെ നമുക്ക് മാഗ്നറ്റിക് അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ വയർലെസ് ചാർജിങ്ങോ ബാക്കി കാര്യങ്ങളോ, അതായത് നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ പെൻസിൽ 2nd ജനറേഷനിൽ വന്നിരിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു 3rd ജനറേഷനില്ല. ടു ബി ഓണസ്റ്റ്, എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ പറയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഫേവറേറ്റ് ആപ്പിൾ പെൻസിൽ പറഞ്ഞാൽ 2nd ജനറേഷൻ ആപ്പിൾ പെൻസിലാണ്. കാരണം നമ്മളിപ്പോൾ ആപ്പിൾ പെൻസിൽ ആപ്പിളിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ എൻഗ്രേവിംഗ് ഉള്ള ഒരു മോഡൽ, അതായത് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ അടിച്ചു തരുന്ന ആ ഒരു മോഡൽ ആപ്പിൾ പെൻസിൽ 2nd ജനറേഷൻ മാത്രമാണ്. അതേപോലെ ഈ പറഞ്ഞ കുറേയധികം ഫീഡ്ബാക്കും ബാക്കി കാര്യങ്ങളും ഡബിൾ ടാപ്പിങ്ങും എന്നീ പറഞ്ഞ കുറേയധികം ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ആപ്പിൾ പെൻസിലിന് വേണ്ട കാര്യങ്ങളെല്ലാം ജാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന
ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റാണ് ആപ്പിളിൻ്റെ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന തേർഡ് ജനറേഷൻ്റെ പെൻസിൽ ചാർജ് ചെയ്യുന്നത് സി ടൈപ്പിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ ഒരു സി ടൈപ്പ് ചാർജ് ചെയ്യുന്നത് നമ്മുടെ ഡിവൈസിൻ്റെ ആ ഒരു ലെഡ് ഓപ്പൺ ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത്. നമ്മുടെ ഐഫോണിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്പിൾ പ്രൊഡക്ട്സിൽ കുറച്ച് വേഴ്സ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് കുറച്ച് പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ എയർപോഡ്സിൻ്റെ മാക്സ് പ്രൊഡക്റ്റ് ഇഷ്ടമല്ല എന്ന് ഉദ്ദേശിച്ചതിൻ്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക മേക്കിങ്ങോ കാര്യങ്ങളോ അല്ല. ആ ഒരു ഡിവൈസ് നമ്മൾ ക്യാരി ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കവർ നമ്മൾ ക്യാരി ചെയ്യണം, അതിൻ്റെ ബാഗ്. അങ്ങനത്തെ ചില ഡിസൈനിൽ വരുന്ന ആ ഒരു ഇഷ്ടമില്ലായ്മയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്രൊഡക്റ്റിൻ്റെ യൂട്ടിലിറ്റിയിൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ ഡിവൈസിൻ്റെ ആ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. അതിൽ ഒന്നാമത് നമ്മുടെ ഈ പറഞ്ഞ എയർപോഡ് മാക്സ് ആണ്. രണ്ടാമത്തെ മാജിക് മൗസ് എന്ന് പറയുന്നത്. 10 മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്താൽ 10 മണിക്കൂർ നമ്മുടെ മാജിക് മൗസിന് ലൈഫ് ഉണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് മാജിക് മൗസ്. പക്ഷേ അതിൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് ഈ പറഞ്ഞ ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഈ മാജിക് മൗസിൻ്റെ താഴത്ത് വേണം കുത്താൻ. അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ ഗെയിമിംഗ് മൗസിലൊക്കെ നമുക്ക് വെക്കുന്ന പോലെ വയർ കുത്തിട്ട് അതേപോലെ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. ആ ഒരു പ്രശ്നം മാജിക് മൗസിലുണ്ട്. പിന്നീട് വരുന്ന കാര്യമാണ് നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ പെൻസിൽ തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത്. തേർഡ് ജനറേഷനിലും എനിക്ക് ആ ഡിസൈൻ കോൺസെപ്റ്റ് ഇപ്പോഴും ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ജനറേഷൻ്റെ പെൻസിലും എനിക്ക് ഇഷ്ടമല്ല. ഫസ്റ്റ് ജനറേഷനിലെ ആ ഒരു പെൻസിലിൻ്റെ ചാർജിങ്ങിൻ്റെ രീതി നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് അതിൻ്റെ ടിപ്പിൻ്റെ അതിൻ്റെ തലയുടെ പൊക്കത്ത് ആ ലൈറ്റ്നിങ് ഉണ്ട്. ആ ലൈറ്റ്നിങ് ആണ് നിങ്ങൾ കുത്തുന്നത്. അങ്ങനെ കുറച്ച് വേഴ്സ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ കോൺസെപ്റ്റ്സ് ആപ്പിളിന് ഇപ്പോഴുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഡിസൈൻ കോൺസെപ്റ്റ് ഉണ്ടാകും നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ കുറേയധികം പുതിയ ഇൻഫോർമേഷൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ നിന്ന് ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുറേ കൂട്ടാറുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേറ്റ്സ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this video. This is Abin Xavier signing from Evika.